വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് നയന. എന്നുള്ളവരുടെയും വിശേഷം. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളൊരു ഫുൾ ഡേ ആയിട്ട് എടുത്തിട്ട് കുറേ നാളുകളായി പലരും പറയാറുണ്ട്. ഇന്നാണെങ്കിൽ ഒരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓഫാണ്, ചേട്ടനും ഡ്യൂട്ടിയിൽ, ആമിക്കുട്ടിയും വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ഫുൾ ഡേ വ്ളോഗ് എല്ലാവരും കൂടി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കാലത്തിൻ്റെ കാര്യമായിട്ടുള്ള കുക്കിങ്ങോ പരിപാടികളോ ഒന്നും ഇല്ല. കാരണം നമ്മളിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. 6 മാസത്തിലൊരിക്കൽ ചെയ്യുന്ന കലാപരിപാടിയാണ്. കുറേ തിന്നെ കുടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാം. ടൗണിൽ പോയിട്ട് പോളിയിൽ ചെക്ക് ചെയ്യാനാണ് കേട്ടോ. തൃശ്ശൂർ പോളിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഏത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആമിക്കുട്ടിയുടെ സ്ഥായി ഭാവമാണ് കേട്ടത്. പോവാ നിക്ക. നമ്മൾ വീടും പൂട്ടി ഇറങ്ങേണ്ട താമസം അച്ഛൻ വന്നിരിക്കാൻ കേട്ടോ. കോഴി വാങ്ങിയിട്ട് അച്ഛൻ വീട്ടിലേക്ക് ഇവിടേക്കുള്ള കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചിക്കനും ബീഫൊക്കെ വെക്കുമല്ലോ. അച്ഛൻ അറിയണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്ത് പോകണ കാര്യം. ഞാനത് മടക്കിയിട്ട് എനിക്ക് മടിയാണ് വെക്കാനായിട്ട്. ഒന്നാമത് ഇനിയിപ്പോൾ വീട് തുറന്ന് ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ നമ്മളിന്ന് എന്തായാലും ഫുഡ് പുറത്തുനിന്നായിരിക്കും. ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഫ്രീസറിൽ വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുക്കണ്ടേ എന്ന് കരുതിയിട്ട് പിന്നെ എനിക്കൊരു മടി. അതുകൊണ്ട് ഞാൻ അമ്മ വെച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. ആമിക്കുട്ടിക്ക് കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ കാലത്തെ ഇറങ്ങിയോണ്ടേ പള്ളിക്ക് കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാർ തിരക്കായിരുന്നു കേട്ടോ റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. കുറേ പേരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പള്ളിയുടെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 5 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒട്ടും പ്രിപ്പയർഡ്, ഞാനും ചേട്ടനും ഒട്ടും പ്രിപ്പയർഡ് അല്ല കേട്ടോ. ഞങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. എനിക്കുണ്ടല്ലോ സാധാരണ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ ഒരു 5 ദിവസം മുന്നെങ്കിൽ ഞാൻ എൻ്റെ ബാഗും പെട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. എന്നിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തെടുത്ത് വെക്കലാണ് പരിപാടി. പക്ഷേ ഇപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിക്കും തിരക്കം വന്നു കഴിഞ്ഞാൽ വീട്ടിലത്തെ പണികൾ, വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നിനുള്ള നേരമില്ല. അതിനിടയ്ക്ക് പെട്ടി സെറ്റ് ചെയ്യാനൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ശക്തനുള്ള സ്കൈവേ ആണ്. നല്ല രസമുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണാനായിട്ട്. പുതുതായിട്ട് തുടങ്ങിയിട്ടില്ലേ, ആകാശപാതയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വടക്കുന്നത് ടെമ്പിൾ കാണുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കങ്ങനെ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്താൽ ഞാനൊക്കെ മറക്കാണ്ട് എൻ്റെ കയ്യിലിരിക്കുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും ട്രിപ്പ് പോകണ നേരത്ത്. അപ്പോൾ ആമിക്കുട്ടിയുടെ ഒപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ നോക്കിയാൽ മതിയല്ലോ. എന്ത് പറയാനാണ്, ഞങ്ങൾ ശരിക്കും ചമ്മിയിട്ടാ. ഞാൻ ശരിക്കും ചമ്മി. ഞാനാണ് ചേട്ടനെ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോയത്. നമുക്ക് ടൗണിൽ പോയിട്ട് പോളിയിൽ പോയിട്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, അവിടെ ചെയ്താലും ഒരു തൃപ്തിയുള്ളൂ. വേറെ എവിടെ ചെയ്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ടൗണിൽ പോയിട്ട് അവിടെ പോയി പോളിയിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ വരുന്ന വഴിക്ക് ആമിക്കുട്ടിക്ക് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചു പോരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാനിട്ട് പോയതാണ്. പക്ഷെ എന്താണ്ടായേ, പോളിയിൽ സൺഡേ വർക്കിംഗ് ഡേ അല്ല, അവിടെ ഓഫാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു കേട്ടോ. എന്നിട്ട് വേഗം അവിടെ അടുത്തുള്ള ഒരു ലാബിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ആമിക്കുട്ടി അവിടെ റിസപ്ഷനിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കണം. എന്താ കാര്യം എന്നറിയോ, ഞാൻ അവളെ പറ്റിച്ചു. എന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചുല്ലോ. അപ്പോൾ എന്നെ കുത്തിവെച്ചു, ഇനി അച്ഛനെ കുത്തിവെച്ചു. ആമീനും ഇഞ്ചക്ഷൻ ചെയ്യും, ആമിക്ക് ഇഞ്ചക്ഷൻ തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ സാഡായതാണ് കേട്ടോ. അയ്യോ, ആമീനെ ബ്ലഡ് എടുക്കാൻ പോവാട്ടാ, ആമീനെ കുത്തിക്കാൻ പോവാ. അങ്ങനെ നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ലാബിൽ നിന്ന് ഇറങ്ങിയിട്ടാ. എനിക്കും ചേട്ടൻ ഒരേ ടെസ്റ്റുകൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തു, പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അത്രയും ചെയ്യാനായിട്ട് കൊടുത്തു. ഒരാൾക്ക് 849 അങ്ങോട്ട് ആയിട്ടാണ്. അവർ റിപ്പോർട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ വാട്സപ്പിൽ അയക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിടയ്ക്ക് ഇങ്ങനെ ജങ്ക് ഫുഡൊക്കെ കഴിക്കലുണ്ടല്ലോ. അപ്പോൾ വല്ല ലിവറിനെങ്ങനെ പണി വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇടയ്ക്ക് 6 മാസം കൂടുമ്പോൾ അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട്. വിശന്നിട്ട് കുടലൊക്കെ കരിഞ്ഞൊരു പരിവായി. അപ്പോൾ നമ്മൾ വല്ലഭാൽ കയറിയിട്ട്, കുറുക്കഞ്ചേരിയുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് വല്ലഭ. അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്യൂട്ടിക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ കയറാറുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി അവിടെ കയറി. പിന്നെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും നടന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മളൊരു കാര്യം വിട്ടുപോയി. നമുക്ക് വീട്ടിൽ പോയിട്ട് മണിക്കൂട്ടനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. അച്ഛനിന്ന് ടൗണിൽ പോകണോണ്ട് അച്ഛന് പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളായിരുന്നു കേട്ടോ കൊണ്ടുപോകേണ്ടത്. ആ കാര്യം അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ മണിക്കൂറിന് 10 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണം. നമ്മളിപ്പോൾ 9:15 ആയിട്ടുണ്ട്. വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ചേട്ടൻ മസാല ദോശയായിട്ട് ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ ചേട്ടന് കൊണ്ടു കൊടുത്തു. ഞാൻ ആമിക്കുട്ടി അവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ കുറച്ചൊക്കെ ആമിക്കുട്ടിക്ക് വരി കൊടുത്തു. പിന്നെ എനിക്കുണ്ടല്ലോ ഈ മസാല ദോശ, നെയ് റോസ്റ്റൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ മാത്രം അങ്ങനത്തെ ഒരാളുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഭയങ്കര ഫേവറേറ്റ് അല്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും ഒരുവിധം ഭൂരിഭാഗം പേർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് വലിയ ആക്രാന്തമൊന്നും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് വലിയ കൊതിയോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പ്ലെയിൻ ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോർമൽ പ്ലെയിൻ ദോശ. അത് 2 എണ്ണം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒക്കെ കഴിച്ച ഒരുവിധം കഴിയാറായപ്പോഴാണ് കേട്ടോ ഇത് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ആമിക്കുട്ടിക്ക് വാരി കൊടുത്തു. പിന്നെ
അവൾ കഴിച്ച് ഒന്ന് അവളുടെ വയറൊക്കെ ഫില്ലായി എന്ന് കണ്ടപ്പോൾ പിന്നെ ബാക്കി ഞാൻ കുടിച്ചു കേട്ടോ. 2 കാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു കോഫി ലവറാണ്, അതുകൊണ്ട് നമ്മൾ കോഫി കൂടെ പറഞ്ഞിട്ടുണ്ടായി. നോക്കട്ടെ നീ എടുത്താണ്. നമ്മളങ്ങനെ ഇടിപിടിന്ന് ഫുഡൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, കാരണം 10 മണിക്കാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി. 10 മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ അവൻ്റെ ടോക്കൺ നമ്പർ 2 ആണ് കേട്ടോ. അത് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ലാസ്റ്റാണ് അവനെ വിളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞങ്ങൾ മറന്നുല്ലോ എന്നൊക്കെ കരുതി വീട്ടിൽ പോയി നമ്മൾ അവനെ എടുത്ത് രോഹിണി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോണത്, ചെറുപ്പില്ല. അവൻ ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ കൈയും കാലൊക്കെ പൊട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് തമാശ. ആകെ 2 പേഷ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ചിലപ്പോൾ ഡോക്ടർ എനിക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കണ്ടിറങ്ങാനായിട്ട് പറ്റി. അധികം ലാഗൊന്നും വന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട് മണിക്കൂട്ടനെ അവിടെ ഇറക്കി വീട്ടിലൊന്ന് കയറി റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുള്ളൂ കേട്ടോ ഷോപ്പിങ്ങിന്. അപ്പോൾ അതേ കണ്ട അവൻ്റെ മുഖമൊക്കെ പൊടിയിട്ടുണ്ട് കേട്ടോ, ആടിയിൽ അവിടെയും. അങ്ങനെ ജസ്റ്റ് ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അത് ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നു പോയിട്ട് അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നല്ലോ അവരോട്, അമ്മോടും തക്കുടിനോടൊക്കെ ഇങ്ങനെ വർത്താനം കുറേ ഇങ്ങനെ പറഞ്ഞിരുന്ന് ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. അങ്ങനെ നമ്മൾ വടക്കേ സ്റ്റാൻഡിൽ കൂടെ പോവാണ്. നമ്മൾ പോണത് അശ്വിനി ജംഗ്ഷനിലെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ആമിക്കുട്ടിക്ക് മാത്രം ഡ്രസ്സ് എടുക്കാനാണ് പോണത്. എന്താ ഞാൻ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കോളേജ് ട്രിപ്പിന് ഈ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനത്തെ തന്നെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ കരുതി ഈ ട്രിപ്പിന് വേണ്ട, എന്തായാലും വേണ്ട. ഇത്തവണ ഞാൻ കുറേ എൻ്റെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. കുറേ വന്നു, ഇട്ട് നോക്കി സെറ്റ് ആവാണ്ട് റിട്ടേൺ ആക്കി കേട്ടോ. അപ്പോൾ ഒന്നും സെറ്റ് ആവാണ്ട് ഞാൻ ഇരിക്കുകയാണ്. ആമിക്കുട്ടിക്കും കുറേയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 സെറ്റ് ആയുള്ളൂ. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 4 ജോഡി വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ പീസുകൾ വിറ്റ് പോയിട്ടാ. ആകെ ഈ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 3 to 4 ആയിരുന്നു, 4 to 5 ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അതൊക്കെ എടുത്തു. ആമിക്കുട്ടിക്ക് ഇതൊക്കെ ട്രയൽ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് കിടാങ്ങൾക്ക് അവർക്ക് ക്ഷമയില്ലല്ലോ ഇങ്ങനെ മാറി മാറി ഇട്ട് നോക്കാനായിട്ട്. നമ്മളെ പോലെ ഒന്നല്ല. അപ്പോൾ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയതിൽ ആകെ 2 മാത്രം ട്രയൽ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അതെന്നെ കണ്ടില്ല, ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ഓടി നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലെയുള്ള ഇങ്ങനെ ഡിസ്പ്ലേയിലെല്ലാം ഇട്ടിരിക്കുകയാണെങ്കിൽ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആമിനും കൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കും. അതിലെ ഹാങ്ങറിൽ നിന്നൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കും. ഇപ്പം തന്നെ ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ നേരത്ത് നമുക്കിഷ്ടമുള്ളത് എടുത്തിടാമല്ലോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഷോപ്പിംഗ് ബാഗിൽ ആമിക്കുട്ടി കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ബില്ലടിക്കണ നേരത്താണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഹലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഇറങ്ങിയിട്ടാ. ആമി കാപ്പി കുടിച്ചാ? ആമി കാപ്പിയൊന്നും കുടിച്ചില്ല. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചൊരു ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉഷാറായി. നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ്. നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാണ്. കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ATM കയറിയിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഹലോ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിയ കുറച്ച് ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണിക്കാം കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ വേറൊരു ഹോളായിട്ട് കാണിക്കാം. ആമിക്കുട്ടിക്ക് മാത്രമാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു ഹോളായിട്ട് കാണിക്കാം കേട്ടോ. സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്ത് അതിൽ വെക്കി കണ്ടെക്ക് ആമിക്ക് ഞാൻ തരാം. ആമി കാണിച്ചു തരും കേട്ടോ. ആമിക്ക് വാങ്ങിയ ക്ലിപ്പുകളും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വാങ്ങിയത് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളത് കാണിച്ചു കൊടുത്താൽ ആമി ഇങ്ങനെ കാണിക്കും. വേണ്ട, ഇങ്ങനത്തെ ഒരു 3 സെറ്റ് വരുന്ന സെറ്റല്ല, 3 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ക്ലിപ്പാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളത് അല്ലേ. പിന്നെ ഇതേ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെ വരുന്ന ഒരു ആംഗ്ലറ്റ് ആണ് കേട്ടോ. സ്റ്റുഡിയോ വരെ ഒരു ആംഗ്ലറ്റ് വാങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ അതെ ഇത് ഞാൻ അറിയാണ്ട് ഒരാൾ എടുത്തിട്ടതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ കീറിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ നല്ലത് നോക്കി എടുത്തിട്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ ഞാൻ കാണാണ്ട് കുറേ നമ്മുടെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ, ഷോപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് മാറ്റാനായിട്ട് പോയില്ല. അപ്പം ഇങ്ങനെ ബില്ലടിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്നും മാറ്റി വയ്ക്കാനുള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ മേക്കപ്പ് സ്പഞ്ചൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത്
അടുത്തത് ഇതും ആമിക്കുട്ടി തന്നെ എടുത്തതാണ് കേട്ടോ. ഇതിങ്ങനത്തെ സംഭവം സ്പൈറലായിട്ടുള്ള ബണ്ണുകൾ കയ്യിലൊക്കെ ഇടാം, ഹെയറിലിടാം, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അല്ല ആമി? പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കണ്ട ഹെയർ ക്ലിപ്പുകളാണ് കേട്ടോ. ഇത് ആമിക്ക് വാങ്ങിയിട്ടുള്ളതാ, കണ്ടില്ലേ? ഇങ്ങനത്തെ കണ്ടിട്ട് ആമിക്കൊരു എന്താ പറയുക സമാധാനം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കുറേ എടുത്ത് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ ഇത് വീണ്ടും ആമിക്ക് വാങ്ങിയിട്ടുള്ള ക്ലിപ്പുകളാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ക്ലിപ്സ്. പിന്നെന്താ കഴിഞ്ഞ ഇതെനിക്ക് വാങ്ങിയിട്ടുള്ള, എനിക്കും ആമിക്കും ഇടാനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇയറിങ്സിൻ്റെ സെറ്റ് ആമിക്കും എനിക്കും ഇടാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ കയറിക്കണേ ഇതിനെ കാണില്ല. പിന്നെ ഇതെനിക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അത് വലിയൊരു ഹൂപ്സ് ടൈപ്പ് വരുന്നതാണ്, ഇയറിംഗ് ആണ്. ഇതിൽ ഒരു സെറ്റായിട്ട് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ട്, കോഫിയുടെ ഒരു ലിപ് ബാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഐറ്റംസ്, അതായത് ആമിക്ക് നല്ല റെഡ് കളർ കണ്ടപ്പോഴേ ഇത് വേണമെന്ന്, ഈ ഒരു നെയിൽ പോളിഷ് നല്ല ചില്ലി റെഡാണ്. അപ്പോൾ ഈ റെഡ് കളർ കണ്ടപ്പോൾ കളർ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇത് വേണം തന്നെ. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചേട്ടാ. അല്ല ആമിക്ക് ഇവിടെ കയറിയിരിക്കുക, അല്ലെങ്കിൽ നെയിൽ കാണില്ല. ഓക്കെ അതിൽ കാണില്ല തന്നെ. ഇത് ആമിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതല്ലേ? ഭയങ്കര റെഡാണ് കേട്ടോ. ഇതിവിടെ വെക്കി. പിന്നെ വേറെ ഒരു പിന്നെ ഒരു നെയിൽ പോളിഷ് കൂടെ വാങ്ങിയിട്ടുണ്ട്, ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. സ്റ്റുഡിയോയുടെ ഷൈൻ എന്ന് പറയുന്ന പ്ലംബ് ലിപ് ബട്ടറാണ്. ഒന്ന് നോ റൂൾസും ഒന്ന് പിങ്ക് പ്രോമിസും ആണ്. ഇങ്ങനെ ഉണ്ടാവും ഷെയ്ഡ് എന്നൊന്നും അറിയില്ല, നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ വാങ്ങിയ കുട്ടി കുട്ടി ഐറ്റംസ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ഹോൾ വീഡിയോ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളും. ഇതിനകത്ത് തന്നെ കംപ്ലീറ്റ് ഷോപ്പിംഗ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിൽ മാത്രമല്ല വേറെ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിക്ക്. അങ്ങനെ ആമിക്ക് 2 ജോഡി ചെരുപ്പ് വാങ്ങി, എനിക്കൊരു ജോഡി വാങ്ങി, ചേട്ടന് കുറച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് സ്കിപ്പായി ഞാൻ മറന്നു പോവാണ് കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു, ആപ്പിളും ഓറഞ്ചൊക്കെ ആമിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് പേരയ്ക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പേരയ്ക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടി ഫ്രൂട്ട്സൊക്കെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ പ്ലം നമ്മൾ ആദ്യമായിട്ട് കഴിക്കാന്നാണ് പറയണത്. അവിടെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേ ആമിക്ക് റെഡ് കളർ കാണുമ്പോൾ ഒരു ആക്രാന്താണ്. പ്ലമ്മൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ അടുക്കടുക്കായിട്ട് അവർ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അത് വേണം, കഴിച്ചിട്ടില്ല, എന്തായാലും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പ്ലമ്മും വാങ്ങിയിട്ടാണ്. അപ്പോൾ ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം. ഇനി ആമിക്കുട്ടിക്ക് പ്ലം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം. പിന്നെ ആമിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോൺ വെജ് ഐറ്റംസ് ഒന്നും പറ്റില്ല. പിന്നെ സ്നാക്സ് ആയിട്ട് കൊടുക്കുമ്പോഴും നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കണതോ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനത്തെയൊക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഈ മറ്റേ ബ്രെഡ് മാഗി അങ്ങനത്തെ ഒന്നും കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ആപ്പിൾ ഡേറ്റ്സ് ഒക്കെയാണ് കൊടുത്തയക്കാറുള്ളത്. നട്ട്സ് സംഭവങ്ങളൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കും. ആമിക്ക് പ്ലം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ചെറിയ പുളിയുണ്ട്. ആൾ അവസാനമായപ്പോൾ അത് മതിയാക്കി എനിക്ക് തന്നു കേട്ടോ. മേലത്തെയൊക്കെ കടിച്ചു തന്നിട്ട് അതിൻ്റെ കുരുവോട് അടുക്കുമ്പോൾ ഒരു ചെറിയ പുളി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റോറേജ് ബോക്സുകളൊക്കെ വാങ്ങി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ടിന്നുകളിൽ നമ്മൾ പൊടികളൊക്കെ നിറച്ച് വെക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ പുതിയത് വാങ്ങിയ പൊടികൾ, വേറെ മാറ്റാനുണ്ടായിരുന്ന പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടെയ്നേഴ്സിൽ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇത് അത്രയും എയർ ടൈറ്റ് ഒന്നല്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത്തിരി കൂടി ക്വാളിറ്റി കൂടിയത് വാങ്ങിച്ചോളൂ കേട്ടോ. കുറച്ചും കൂടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സുകൾ വാങ്ങിക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് അത്രയ്ക്ക് എയർ ടൈറ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറൊക്കെ ഇട്ട് വെക്കുമ്പോഴത് കട്ട കുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുറച്ച് ടിന്നുകളിൽ കോഫി പൗഡർ സംഭവങ്ങൾ. ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എയർ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പൊടികളൊക്കെ പൂത്തു പോകും കേട്ടോ. അപ്പോൾ അതാണൊരു ഇഷ്യൂ ഉള്ളത്.
അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി വയ്ക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരേപോലെ ഇങ്ങനെ യുണീക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. ചെറിയ ടിന്ന് തുടങ്ങി വലുത് വരെ അതിൻ്റെ സ്പാച്ചുലയും ആ ചെറിയ സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഗുളിക കഴിക്കാനുണ്ട് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെണ്ണ ഗുളികയാണ്. അപ്പോൾ 2 മീനെണ്ണ ഗുളിക്കും. അവർ വെള്ളം കുടിക്കാൻ എനിക്ക് ഒന്നും പറയാൻ പാടി ഇങ്ങനെ ചെയ്യേണ്ട വീഡിയോ വിളമ്പ് കാണിക്കും. ഹലോ, അപ്പോൾ നമ്മൾ പണികളൊക്കെ ഒതുക്കി ഞാൻ എൻ്റെ മെഡിസിൻ കഴിക്കാൻ പോവാണ് കേട്ടോ. സപ്ലിമെൻറ്റ്സ് ആണ് ഇത്. മീനെണ്ണ ഗുളികയാണ് കേട്ടോ, കോഡ് ലിവർ ഓയിൽ. അപ്പോൾ അത് 2 കഴിക്കും. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അത് ഒരുവിധം എൻ്റെ കോഴ്സ് കഴിയാറായിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതെ, ഇതിൽ 1 ക്യാപ്സ്യൂൾ കൂടി ഉള്ളൂ. അപ്പം അതും കഴിക്കുന്നുണ്ട് കേട്ടോ. 6000 ആണ് കഴിക്കണത്. 6000 അല്ല കേട്ടോ, 60 കേടെയാണ്. അപ്പോൾ ആമിക്ക് എല്ലാവരുടെയും ഗുളിക ഇങ്ങനെ എടുത്തു കൊടുത്ത് വായ വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളാണ് ഡെയിലി എനിക്ക് എടുത്ത് തരാറ്. ആ വായിൽ വെക്കി കഴിക്കട്ടെ ഞാൻ. ഓരോന്ന് ഇത് പറഞ്ഞുകൂടിയില്ലേ? എന്ത് പറഞ്ഞെടുത്ത് ഞാൻ കഴിക്കാം. ഇത് വൈറ്റമിൻ ഡിയുടെ ഏട്ടാ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ വന്നു കേട്ടോ. ഒക്കെ നോർമലാണ്. പക്ഷെ ഒരെണ്ണം മാത്രം കുറവുണ്ട്. അതായത് HDL ഇല്ലേ, നല്ല കൊളസ്ട്രോള്, അത് കുറവാണ്. അപ്പോൾ അതങ്ങനെ കുറയാൻ പാടില്ല. വല്ലാണ്ട് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്കിലാണ് നിൽക്കണത്. അപ്പോൾ അതൊന്ന് കൂട്ടണമെങ്കിൽ നമ്മൾ വാൾനട്ട്സ്, നട്ട്സ്, വർഗ്ഗങ്ങൾ, സംഭവങ്ങൾ, നല്ല കൊളസ്ട്രോൾ കൂടാനുള്ള സംഭവങ്ങളൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അത് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. എന്നിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കുറേ ട്രാവൽ ചെയ്തു, കുറേ നടന്നു. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇന്ന് കിടന്നാൽ മതി എന്നാണ്. നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. കാലത്ത് 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ വേഗം നേരത്തെ എണീറ്റ് ആമിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.